ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഈസി ഹാൻഡ് വർക്ക്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന സ്റ്റിച്ചിൻ്റെ പേരാണ് റേസ്ഡ് ക്ലോസ് ഹെറിംഗ്ബോൺ സ്റ്റിച്ച്. അപ്പോൾ ഈ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ടാണ് ഈ ഡിസൈനിലുള്ള ലീവ്സൊക്കെ ഫില്ല് ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു സ്റ്റിച്ചാണ്, കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ ഈ സ്റ്റിച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു നല്ല ഫ്ലഫി ആയിട്ടുള്ള ഒരു എംബോസ്ഡ് ലുക്ക് കിട്ടും ലീവ്സിനൊക്കെ. സാധാരണ മറ്റുള്ള സ്റ്റിച്ചസൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു ഫ്ലാറ്റ് അപ്പിയറൻസ് ആണ് ലീവ്സിനൊക്കെ കിട്ടാറ്. പക്ഷേ ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു ശരിക്കൊരു 3D അപ്പിയറൻസ് കിട്ടും. സ്റ്റിച്ച് കൂടുതലും ഉപയോഗിക്കാറ് ഇതുപോലത്തെ പോയിൻറ്റഡ് ലീവ്സിന് വേണ്ടിയിട്ടാണ്. അതുപോലെ അധികം വണ്ണമില്ലാതെ ഇങ്ങനെ വീതിയിൽ പോയിട്ടുള്ള ലീവ്സിനാണ് കൂടുതലും ഈ സ്റ്റിച്ച് കുറച്ചുകൂടി നന്നായിട്ട് ചേരുക. ഈ കാണുന്ന ലീഫ് നമുക്ക് ഈ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ പേൾ കോട്ടൺ ത്രെഡാണ്. ഇതിൻ്റെ കോഡ് നമ്പർ 00239 എന്നാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു ലെയർ ത്രെഡ് എടുത്തിട്ട് ഞാൻ സൂചിമേ കൂടെ കോർത്തിട്ടുണ്ട്. എന്നിട്ട് രണ്ടറ്റവും കൂട്ടിക്കെട്ടി നോട്ടിട്ട് വെച്ചിട്ടുണ്ട് ഇതുപോലെ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ലീഫിൻ്റെ ഈ ഒരു പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് സൂചി മേളിൽ കൊണ്ടുവരാം. ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ഫാബ്രിക് നല്ല ടൈറ്റായിട്ട് നമ്മുടെ ഹൂപ്പുമ്മ ഫിറ്റ് ചെയ്ത് വെക്കണം. ചുളുങ്ങാതെ നല്ല ടൈറ്റായിട്ട് നിൽക്കണം. ഇനി ഈ ലീഫിൻ്റെ ടോട്ടൽ ലെങ്ത്തിൻ്റെ ഒരു ഹാഫ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇവിടെയായിട്ട് വരും. അതിനേലും കുറച്ചും കൂടി ചെറുതായിട്ട് ഇവിടെയായിട്ട് സൂചി താഴ്ത്തേക്ക് കൊണ്ടുപോകാം. സെൻട്രലായിട്ട്, സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഈ വീതിയുടെ സെൻറ്ററിലായിട്ട് സൂചി താഴ്ത്തേക്ക് കൊണ്ടുപോകാം. ഇനി നമുക്ക് കുറച്ച് പോയിൻറ്റഡ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, ഇതുപോലെയൊക്കെ പോയിൻറ്റഡ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡിസൈനിൽ എവിടെയാണോ ആ ഡിസൈൻ അവസാനിക്കുന്നത് അതിനേക്കാളും കുറച്ചും കൂടെ ഒന്ന് മുന്നോട്ട് നീങ്ങിയിട്ട് ഇവിടെയായിട്ട് സൂചി മുകളിലേക്ക് കൊണ്ടുവരാം. ഈ ത്രെഡ് അത്യാവശ്യം ടൈറ്റിൽ നിൽക്കണം, ലൂസാവാതെ. വല്ലാതെ ടൈറ്റല്ല, പക്ഷെ ലൂസായിരിക്കരുത്. എന്നിട്ട് ഈ കാണുന്ന ത്രെഡിൻ്റെ അടിയിൽ കൂടെ സൂചി ഇതുപോലെ പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ക്രോസ് ഓവർ ചെയ്ത് ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക. എന്നിട്ട് ഈ സൈഡിലായിട്ട് നമ്മുടെ ഡിസൈനിൻ്റെ ഔട്ട്ലൈനുമേ, ലീഫിൻ്റെ ഔട്ട്ലൈനുമേ ഇപ്പുറത്തെ സൈഡിൽ സൂചി താഴ്ത്തേക്ക് കൊണ്ടുപോകുക. ഇതുപോലെ. എന്നിട്ട് അതിൻ്റെ ഒപ്പമുള്ള ഇപ്പുറത്തെ സൈഡിലായിട്ട് സൂചി മേളിലേക്ക് കൊണ്ടുവരാം. ഔട്ട്ലൈനുമേ ആയിട്ട് കൊണ്ടുവരണം. അപ്പോൾ ഔട്ട്ലൈനുമേ അല്ലേ നമ്മൾ കൊണ്ടുവരുന്നതെന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. ഇനി ചെയ്യാൻ പോകുന്നതൊക്കെ സെയിം നമ്മൾ ഈ ചെയ്ത പോലെ തന്നെയാണ്. അറ്റം വരെ ഇതുപോലെ തന്നെയാണ് ചെയ്യാൻ പോണേ. അതായത് ഈ നൂലിനി ഇപ്പുറത്തോട്ട് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഈ ത്രെഡിൻ്റെ അടിയിൽ കൂടെ സൂചി പുറത്തേക്ക് കൊണ്ടുവരാം. എന്നിട്ട് ക്രോസ് ഓവർ ചെയ്ത് ഇപ്പുറത്തെ സൈഡിൽ ഔട്ട്ലൈനുമായിട്ട് സൂചി താഴ്ത്തി കൊണ്ടുപോകുക. തൊട്ടടുത്തായിട്ട് നമ്മൾ നേരത്തെ എവിടെയാണോ സൂചി താഴ്ത്തി കൊണ്ടുപോയത് അതിൻ്റെ തൊട്ടടുത്തായിട്ട് സൂചി വീണ്ടും താഴ്ത്തി കൊണ്ടുപോകുക. ഔട്ട്ലൈൻ ഫോളോ ചെയ്ത് പോവുക. എന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ ഔട്ട്ലൈനുമേ നേരത്തെ ചെയ്ത സ്റ്റിച്ചിൻ്റെ തൊട്ടടുത്തായിട്ട് സൂചി മേളിൽ കൊണ്ടുവരാം. ഔട്ട്ലൈൻ ഫോളോ ചെയ്ത് പോവുക. എന്നിട്ട് വീണ്ടും ക്രോസ് ഓവർ ചെയ്തിട്ട് ഈ ത്രെഡിൻ്റെ അടിയിൽ കൂടെ സൂചി പുറത്തേക്ക് കൊണ്ടുവരാം. എന്നിട്ട് വീണ്ടും ക്രോസ് ഓവർ ചെയ്ത് ഇപ്പുറത്തെ സൈഡിലായിട്ട് ഔട്ട്ലൈനുമേ സൂചി താഴ്ത്തി കൊണ്ടുപോകും. അപ്പോൾ ഔട്ട്ലൈൻ ശ്രദ്ധിച്ച് പോകണം. എന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ ഔട്ട്ലൈനുമേ നേരത്തെ ചെയ്ത സ്റ്റിച്ചിൻ്റെ തൊട്ടടുത്തായിട്ട് സൂചി മേലേക്ക് കൊണ്ടുവരാം. ഇത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവാം.
അങ്ങനെ നമ്മൾ ലീഫിൻ്റെ അറ്റം വരെ എത്തി. ഇനി നമ്മൾ ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇപ്പുറത്തെ ഔട്ട്ലൈനിനായിട്ട് താഴ്ത്തിക്ക് കൊണ്ടുപോകാം. എന്നിട്ട് പുറകിലൊരു നോട്ടിട്ട് സെക്യൂർ ചെയ്യാം. ഇതുപോലെ തന്നെ ഈ ലീഫും കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിത് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. അപ്പോൾ ഇതാണ് റേസ്ഡ് ക്ലോസ് ഹെറിംഗ്ബോൺ സ്റ്റിച്ച്. നല്ല ഭംഗിയാണിത് കാണാനായിട്ട്. ഈ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് ഇതുപോലെ നല്ല ഭംഗിയുള്ള 3D ലുക്കിലുള്ള ലേസ് ഈസി ആയിട്ട് ചെയ്തെടുക്കാം. ഈ ലീവ്സിൻ്റെ സൈഡിലൊക്കെ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ഓരോ ലീവ്സും ഒന്ന് പ്രൊജക്റ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഒരു എംബോസ്ഡ് ഫീൽ വരുന്ന രീതിയിൽ നല്ലൊരു 3D ലുക്കിലാണ് ഈ ലീവ്സൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.